3 തവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല എന്ന മുഖ്യമന്ത്രിയുടെ വാദത്തെ പൂർണ്ണമായും തള്ളുകയാണ് ജി സുധാകരൻ. CM എന്ന പേരിലാണ് പിണറായി വിജയന്റെ പേര് സേവ് ചെയ്തിരിക്കുന്നത്. ആ നമ്പറിൽ നിന്നും കോൾ വന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് ജി സുധാകരൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആ ശബ്ദ സന്ദേശം നമുക്ക് കേൾക്കാം. ജി സുധാകരന്റെ എന്റെ മൊബൈലിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് CM ആണ്. ആ നമ്പറിൽ വിളിച്ചതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എന്റെ വീട്ടിൽ വന്നപ്പോൾ ഫോൺ വിളിക്കുകയാണ്. വീട്ടിൽ വന്നിരുന്നത് അല്ലല്ലോ, അവർ വന്നത് ഞാൻ മത്സരിക്കാൻ പാടില്ല എന്ന് പറയാൻ. അമൽ സുരേന്ദ്രൻ വാർത്തയുടെ വിശദാംശങ്ങളുമായിട്ടുണ്ട്. അമലിനോട് ഇപ്പോൾ ജി സുധാകരൻ സംസാരിച്ചതാണ് നമ്മൾ കേട്ടത്. ആ ടെലിഫോൺ സംഭാഷണമാണ് നമ്മൾ കേട്ടത്. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാധ്യമങ്ങളോടൊക്കെയും പറഞ്ഞത്, ഇപ്പം നമ്മളോടടക്കം പറഞ്ഞത്, ഈ 3 വട്ടം ഇദ്ദേഹത്തെ സുധാകരനെ വിളിച്ചിരുന്നു. ആ 3 വട്ടവും എടുത്തില്ല. പിന്നീട് ഈ ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി CM വിളിച്ചിരുന്നോ എന്ന കാര്യം ചോദിക്കുന്നു. അപ്പോൾ എന്നെ വിളിച്ചില്ല എന്ന് സുധാകരൻ പറയുന്നു. അപ്പോൾ ജില്ലാ സെക്രട്ടറി എന്നാൽ ഞാനൊന്ന് വിളിക്കാമെന്ന് പറയുമ്പോൾ സുധാകരൻ തന്നെ പറയുകയാണ്, വേണ്ട, ഇപ്പോൾ വിളിക്കണ്ട, ഞാൻ തന്നെ വിളിച്ചോളാം. ഇങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞത്. അതിനെ പൂർണ്ണമായും തള്ളുകയാണ് സുധാകരൻ. സേതു, അങ്ങനെ തന്നെയാണ്. ഏതായാലും ഈ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തീരുമാനം മുൻപേ കൂട്ടി എടുത്തിരുന്നത് തന്നെയാണ് എന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹം യാതൊരു തരത്തിലും തന്റെ ഫോൺ കോൾ എടുക്കാൻ കഴിയാതെ അല്ലെങ്കിൽ താനുമായിട്ട് പ്രതികരിക്കാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു ഇന്നലെ മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി പറഞ്ഞ ആ ഒരു പ്രസ്താവനയിൽ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഏതായാലും ജി സുധാകരനുമായി സംബന്ധിച്ച് നമ്മൾ ഈ ഒരു വിഷയം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് തന്നെ മുഖ്യമന്ത്രി വിളിച്ചിട്ടില്ല, അല്ലെങ്കിൽ CM എന്ന പേരിൽ തന്റെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന നമ്പറിൽ നിന്ന് തന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നതായി താൻ കണ്ടിട്ടില്ല എന്നാണ് ജി സുധാകരൻ നമ്മളോട് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ ജില്ലാ സെക്രട്ടേറിയറ്റിലുള്ള ആളുകൾ ഈ വാർത്താ സമ്മേളനം നടന്നത്, അതായത് പാർട്ടി വിട്ട് സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ താൻ തയ്യാറാകുന്നു എന്ന് ജി സുധാകരൻ വെളിപ്പെടുത്തിയ, സമൂഹത്തോട് പറഞ്ഞ ആ ഒരു വാർത്താ സമ്മേളനത്തിൽ അതിന് തലേന്ന് മാത്രമാണ് ജില്ലാ സെക്രട്ടേറിയറ്റിലുള്ളവർ തന്റെ വീട്ടിലെത്തുകയും സംസാരിക്കുകയും ചെയ്തത്. അപ്പോൾ അത് ഒരു ആത്മാർത്ഥതയില്ലാത്ത വരവായിരുന്നുവെന്നും ജി സുധാകരൻ പറയുന്നു. അന്നത്തെ വരവിൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ കോൾ കണക്ട് ചെയ്യാൻ ഈ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായിട്ടുള്ള അംഗങ്ങൾ തയ്യാറായിട്ടില്ല എന്നും ജി സുധാകരൻ പറയുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കമൊന്നും ഉണ്ടായിരുന്നില്ല, വീട്ടിൽ വന്നിട്ട് ഫോൺ വിളിക്കുകയാണോ ചെയ്യുന്നത് എന്ന ഒരു ചോദ്യമാണ് ജി സുധാകരൻ നമ്മളോട് തിരിച്ചു ചോദിച്ചത്. അപ്പോൾ ഏതായാലും ജി സുധാകരൻ പറയുന്നതിൽ ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. അത് ഈ ജില്ലാ സെക്രട്ടേറിയറ്റിലുള്ള അംഗങ്ങൾ ഈ വാർത്താ സമ്മേളനം നടത്തുന്നതിന്റെ തലേന്ന് മാത്രമല്ല, അതിനു മുൻപും ഈ ജി സുധാകരന്റെ എടുത്തു വന്നിരുന്നു. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുക്കുന്നതിന് തൊട്ട് രാത്രി തന്നെ, അല്ലെങ്കിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന്റെ രാത്രി തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റിലുള്ള ആളുകൾ, അതായത് കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള CS സുജാത അടക്കമുള്ളവർ സുധാകരന്റെ വീട്ടിൽ വന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്തതാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. ആ വാർത്തകളും വിഷ്വൽസ് എല്ലാം പൊതുസമൂഹത്തിന്റെ മുന്നിലുള്ളതാണ്. ഏതായാലും ഇന്ന് 12 വരെയോടുകൂടി ജി സുധാകരൻ നാമനിർദ്ദേശ പത്രിക നൽകുവാൻ വേണ്ടി ആലപ്പുഴ ജില്ലാ കളക്ടറേറ്റിൽ എത്താനിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ വാർത്ത ചർച്ചയാകുന്നത്. സേതു.